ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചന ഭാഗം. യോനായുടെ അടയാളം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് യേശുവിൻ്റെ മഹത്വം എന്താണ് എന്ന് അവിടുന്ന് തന്നെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് തിരുവചനത്തിലൂടെ. ഫരിസേയര് ഈശോയോട് അടയാളം അന്വേഷിക്കുകയാണ്. നീ ദൈവപുത്രനാണ് എന്ന്, നീ ദൈവമാണ് എന്ന്, ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന്, പ്രവാചകനാണ് എന്നൊക്കെ ജനങ്ങളിൽ നിന്ന് കേട്ട് അസ്വസ്ഥരായ ഫരിസേയന്മാരാണ്. നീ എന്താണോ അതിന് തെളിവ് നൽകാനാണ് അവർ ആവശ്യപ്പെടുക. ഈശോ പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണം 2 തലത്തിൽ ഉദാഹരണമായിട്ടാണ് ഭവിക്കുക. ഒന്ന്, യോനായുടെ മരണത്തെക്കുറിച്ചുള്ള, യോനായുടെ പ്രവചനത്തെക്കുറിച്ചുള്ള ഒരു സൂചന. യോന പ്രവാചകൻ നിനിവേ നിവാസികളോട് വചനം പ്രസംഗിച്ചു. യോനായുടെ പ്രസംഗം കേട്ട് നിനിവയിലെ ജനം മാനസാന്തരപ്പെട്ട് പുതിയ ആത്മീയ അനുഭവത്തിലേക്ക് കടന്നു വന്നു. അവിടുത്തെ രാജാവ് പ്രഖ്യാപിച്ചതനുസരിച്ച് ആ നാട്ടിലെ ജനങ്ങളെല്ലാം അനുതാപത്തിൻ്റെ വസ്ത്രം ചാക്കുടുത്ത് ചാരത്തിലിരുന്നു. വചനം സൂചിപ്പിക്കുക, ആ നാട്ടിലെ മൃഗങ്ങളും പക്ഷിമൃഗാദികളെല്ലാം ഈ നോമ്പാചരണത്തിൻ്റെ അല്ലെങ്കിൽ ഉപവാസത്തിൻ്റെ ചാക്കുടുക്കലിൻ്റെ ചൈതന്യത്തിലേക്ക് വന്നു എന്ന്. വലിയ ആത്മീയ വിടുതൽ ആ ജനതയ്ക്ക് ദൈവം നൽകാൻ തയ്യാറായപ്പോൾ യോന അവിടെ പ്രതികരിച്ചു. ഞാൻ നശിക്കുമെന്ന് പറഞ്ഞ ഗ്രാമം, പട്ടണം നശിച്ചില്ലല്ലോ, വലിയ പട്ടണം, ഈ നാട് മുഴുവൻ നശിച്ചു പോകുമെന്ന് പറഞ്ഞിട്ട് അത് പാലിക്കാത്ത ദൈവത്തിനെതിരെ പരാതി ഉന്നയിക്കുന്ന യോനായെ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ഈ പ്രസ്താവന യോനായുടെ പ്രസംഗം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് പറഞ്ഞു, യോനായുടെ പ്രസംഗം കേട്ട് അവർ മാനസാന്തരപ്പെട്ടു. ഇവിടെ യോനായേക്കാൾ വലിയവൻ, തീർച്ചയായിട്ടും നമുക്കറിയാം, ഒരു പ്രവാചകനേക്കാളും എത്രയോ ഉപരിയാണ് ദൈവത്തിൻ്റെ സ്ഥാനം. അവിടുത്തെ കാണുവാനും അവിടുന്ന് പറയുന്ന വചനത്തിൻ്റെ പൊരുൾ ഉൾക്കൊണ്ടുകൊണ്ട് മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിൽ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിക്കുന്നില്ലല്ലോ എന്നതിൻ്റെ വിലാപം. ഇതേ ഉദാഹരണം ഈശോ ഉന്നയിക്കുന്നത് താൻ യോനയാ മത്സ്യത്തിൻ്റെ ഉള്ളിലായിരുന്ന് 3 നാള് കടലിലൂടെ ഒഴുകി നടന്നതുപോലെ മനുഷ്യപുത്രൻ വിധിക്കപ്പെടുമ്പോൾ, മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുമ്പോൾ അവൻ മരിച്ച് 3 നാൾ പാതാളത്തിലായിരിക്കും, അവിടെ നിന്ന് അവൻ ഉദ്ധിതനാകും എന്നതിൻ്റെ ഒരു സൂചന കൂടെ ഈ ഒരു വചനഭാഗം നമ്മുടെ ഉള്ളിൽ തരുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈശോ ഉന്നയിക്കുന്നത് സോളമന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെടുത്തിയാണ്. യഹൂദ രാജവംശങ്ങളിൽ ഏറ്റവും വിജ്ഞാനമുണ്ടായിരുന്ന, അറിവിൻ്റെ നിറകുടമായിരുന്ന, മറുവാക്കായിരുന്ന സോളമൻ്റെ വളരെ ശക്തമായ പാണ്ഡിത്യത്തെക്കുറിച്ച് ബൈബിളിലെ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, ആനുകാലിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ പോലും ഒത്തിരി ഉദാഹരണങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ഈ സോളമൻ്റെ വിജ്ഞാനം കേൾക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണദേശത്ത് നിന്ന് ഒരു രാജ്ഞി, ഇന്നത്തെ പോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത് കപ്പലിൽ യാത്ര ചെയ്ത് ദിനരാത്രങ്ങൾ നീണ്ട യാത്രയുടെ ഒടുവിൽ സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ അടുക്കൽ ഓടിയെത്തുന്നത് ചരിത്രത്തിലെ രേഖയാണ്. ഇത് ഈശോ ഉന്നയിച്ചുകൊണ്ടാണ് പറയുന്നത്, അവൾ വന്നു, ഇത്ര ദൂരം യാത്ര ചെയ്ത് സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ വേണ്ടിയിട്ട് അവൾ വന്നു. ഇവിടെ സോളമനേക്കാളും വലിയ വിജ്ഞാനത്തിൻ്റെ ഉറവിടമായ ദൈവകുമാരൻ്റെ അടുക്കലേക്ക് എത്താൻ ഈ ജനം എന്തേ മടിക്കുന്നു? താൻ സോളമനേക്കാളും യോനയേക്കാളും ഒക്കെ വലിയവനാണ് എന്ന യാഥാർത്ഥ്യത്തെ അവരുടെ മുമ്പിൽ ഈശോ അവതരിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം എന്താ?
ഒന്ന്, അനുതാപത്തിൻ്റെ സന്ദേശം. ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൻ്റെ വഴിത്താരയിൽ ചെയ്തു കൂട്ടുന്ന നിരവധിയായ പാപങ്ങളിൽ നിന്ന് വിട്ടകന്ന് ദൈവസന്നിധിയിലേക്കുള്ള മടക്കയാത്രയ്ക്ക് സമയമായി എന്ന് നാം തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുക്കണം. അവൻ കാണിച്ചു തരുന്ന, അവൻ തന്നെയാകുന്ന യഥാർത്ഥ വഴിയിലൂടെ നടക്കാനുള്ള നല്ല തീരുമാനം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കാം. 2, യേശുനാഥൻ തൻ്റെ മരണത്തെക്കുറിച്ചും ഉത്ഥാനത്തെക്കുറിച്ചുമൊക്കെ മുൻകൂട്ടി അറിഞ്ഞിരുന്നിട്ടും ശക്തിയോടെ വചനം പ്രസംഗിച്ച് ധീരതയോടെ തൻ്റെ അവസാന നിമിഷം വരെ പ്രവർത്തിച്ചതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ, മറ്റുള്ളവർക്ക് നമ്മൾക്കൊണ്ട് കൊടുക്കാനാവുന്ന സൽപ്രവൃത്തികളിലൂടെ, സഹായങ്ങളിലൂടെ, സൽക്രിയകളിലൂടെ അവരിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു നല്ല മനസ്സ് ഈശോയുടെ ആ വ്യക്തി പ്രാഭവത്തിൽ നിന്ന് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. സോളമൻ്റെ വിജ്ഞാനം ശ്രവിക്കാൻ ദക്ഷിണദേശത്തെ രാജ്ഞി അറിവ് നേടാൻ വേണ്ടി യേശുവാകുന്ന സത്യവിരുന്നിലേക്ക്, സത്യജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലേക്ക് കടന്നു ചെല്ലാൻ, അവൻ്റെ വചനത്തിൻ്റെ പൊരുളുകൾ ഉൾക്കൊള്ളാനുള്ള ആർജവത്വം നമുക്കുണ്ടാകണം. വചനം പഠിക്കുവാൻ, വചനം വായിക്കുവാൻ, വചനം ജീവിക്കുവാനുള്ള തീരുമാനമെടുക്കാൻ കൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ 3 ചിന്തകളിലൂടെ നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.